വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെ നോക്കാം, പൊതുപരീക്ഷാ റിസൾട്ട് എങ്ങനെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾക്ക് മദ്രസ ലെവലിൽ കിട്ടാനുള്ളതാണ് നോക്കുന്നത്. മദ്രസയിലെ മൊത്തം കുട്ടികളുടെ കിട്ടാനുള്ളത് അത് നമ്മൾ ഇവിടെ സമസ്ത.in അതടിച്ചു കൊടുക്കുക. അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരും, നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുറന്നു വരും നമ്മുടെ രജിസ്ട്രേഷന്, അതുപോലെ അവിടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ നമ്മൾ മദ്രസ രജിസ്ട്രേഷൻ ഏറ്റവും മുകളിൽ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ് അവിടെ തുറന്നു വരിക. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചത് കൊണ്ട് യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. നിങ്ങൾ തുറക്കുന്ന സമയത്ത് മദ്രസൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുത്ത് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വ്യൂ റിസൾട്ട് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിലുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ക്ലാസ്സിൻ്റെ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ റിസൾട്ട് 5ാം ക്ലാസ്സിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5ൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൻ്റെ ഇവിടെ വരും, റിസൾട്ട് ഇവിടെ വരും. അതുപോലെ അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ അങ്ങനെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ കുട്ടികളുടേതാണ് നോക്കേണ്ടതെങ്കിൽ അതിനുള്ള സമയം 4 മണിയാണ്. 4 മണിക്ക് അത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ റിസൾട്ട് നമ്മൾ സൈറ്റിൽ കയറി വന്ന സമയത്ത് റിസൾട്ട് എന്ന് കാണുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓപ്പൺ ആവും. ഇവിടെ ഉള്ളത് ഇപ്പോൾ പബ്ലിക് എക്സാം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ നമ്മുടെ എക്സാമിൻ്റെ ഇന്നത്തെ റിസൾട്ട്, പൊതുപരീക്ഷൻ്റെ റിസൾട്ട് ഇവിടെ 4 മണിക്ക് അപ്ലോഡ് ആവും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടികളുടെയും അവരുടെ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ കുട്ടികളുടെയും ഡീറ്റെയിൽ എടുക്കാൻ കഴിയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.